സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ കവലദുർഗൈ ഫോർട്ട്, അതായത് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ചൊരു ഒരു 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 45 മിനിറ്റ്സ് ഉണ്ട്. ഞാൻ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ആ ഫോർട്ടിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റാണ്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. 2 പേർക്ക് 50 റുപ്പീസാണ്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അവിടെയാണ് ഫോർട്ട്. പിന്നെ ഒരു പോണ്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നല്ല നല്ല പ്യുവർ വാട്ടറാണ് ഇവിടെ കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. തീർത്ഥഹള്ളിയിൽ നിന്നും ഏതാണ്ട് 16 മുതൽ 18 കിലോമീറ്റർ ദൂരെയാണ് ഈ കവലദുർഗൈ ഫോർട്ടുള്ളത്. ആദ്യം തന്നെ ട്രെക്കിങ്ങിൻ്റെ ആദ്യമായിട്ട് നമുക്ക് ഈ വയലാണ് കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ചുറ്റും അതിൻ്റെ നടുക്കെ കൂടെയുള്ള ഒരു പാസേജും ഭയങ്കര ഭംഗിയാണ്. പിന്നെ അങ്ങോട്ട് കുഞ്ഞു ഇങ്ങനെ ഒരു കയറ്റമാണുള്ളത്. കുറേ പാറക്കെട്ട് ഒക്കെ ഉണ്ട്. 1 വേ തന്നെ 2 കിലോമീറ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുമ്പോൾ 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആരോഗ്യമുള്ളവർ എന്നെ പോലെ വരുന്നവർ സൂക്ഷിക്കുക. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഷൂസ് ഇട്ടില്ല, ചപ്പലാണ് ഇട്ട്. ഷൂസ് ഇട്ടുകൊണ്ട് വരുന്നവര്. മിനിറ്റ്സ് കൂടുതൽ കുറച്ച് നടക്കാനുണ്ട്. ബ്രേക്ക് എടുത്താണ് നമ്മൾ വരുന്നത്. കാരണം കയറ്റമായുണ്ട്. അപ്പോൾ വരുന്നവർ നിറച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കും. വെള്ളം എടുക്കുക. ഇപ്പോൾ എനിക്കത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ ഗൈസ്. എന്നാൽ സ്ഥലം എൻജോയ് ചെയ്യൂ. മേലോട്ട് കയറുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു കോട്ട പോലെ കാണും. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കോട്ടയിലേക്ക് അങ്ങനെ കയറി വേണം പോവാനായിട്ട്. ഓരോ കയറ്റം കയറുമ്പോഴും അവിടുന്ന് താഴോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അത് അതിമനോഹരമാണ്. എന്താ പറയുക, അവിടുത്തെ സ്കൈയും ആ മരങ്ങളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് നേരിട്ട് സ്വാഗതം. പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു കാവ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുഞ്ഞൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പച്ച കളറാണ് കേട്ടോ. ആ കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ നിറം എന്ന് പറയുന്നത് നോക്കിയാൽ. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് യാത്ര തുടരാം. നമ്മൾ മേലെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തായിരുന്നു. പക്ഷേ സത്യം പറയട്ടെ, മഴ പെയ്യുമ്പോഴാണ് അവിടെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി. അവിടെ എത്തിക്കഴിഞ്ഞ ഒരു കുഞ്ഞു ഗണേശ ക്ഷേത്രമുണ്ട്. അവിടെ എന്തോ കുഞ്ഞ് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ഗൈഡ് പറഞ്ഞ ഇതിൻ്റെ ഉള്ളിലാണ് പണ്ടത്തെ രാജാവിൻ്റെ അസംബ്ലി ഹാൾ എന്ന് പറയുന്നത്. വീഡിയോ കുറേയൊക്കെ അതിൻ്റെ തൂണുകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞൊക്കെ കിടക്കുക. പണ്ടത്തെ വല്ല യുദ്ധത്തിൽ ഇടിഞ്ഞതായിരിക്കാം. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എന്തായാലും അഗുംബയിൽ പോകുന്നവർ തീർത്ഥഹള്ളിയിലുള്ള ഈ കവലദുർഗൈ ഫോർട്ട് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാരണം അത്ര ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതല്ല, നേരിട്ട് തന്നെ ആ ഭംഗി നിങ്ങൾ ആസ്വദിക്കുക. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫുൾ വെയിലുണ്ട്, പക്ഷെ അവിടെ ഒത്തിരി മരങ്ങളുണ്ട്. അപ്പം നമുക്ക് റെസ്റ്റ് എടുത്ത് ഈ ഒരു വ്യൂ നിങ്ങൾ മിസ്സാക്കരുത്. കവലദുർഗൈ ഫോർട്ട് പോവുകയാണെങ്കിൽ അത്ര ഭംഗിയാണ്. ആ ക്ലൗഡ്സും ആ മരവും താഴോട്ടുള്ള വ്യൂവും. അപ്പോൾ അത്രയേ ഉള്ളൂ കവലദുർഗൈ വിശേഷങ്ങൾ. പുതിയ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.